ഈ കണ്ണാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഇപ്പോൾ ഈ വിഷയത്തിൽ സ്കൂളിന്റെ മാനേജർ സംസാരിക്കുകയാണ്. എല്ലാ കമ്മിറ്റികളും കൂടി തീരുമാനമെടുത്തതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുനൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ HM ലിസി ടീച്ചറെയും ക്ലാസ് ടീച്ചർ ആശ എന്നിവരെയും ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാനും സർക്കാർ വകുപ്പ് തല നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതുമാണെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി ഇന്ന് തീരുമാനിച്ചു. സ്കൂളിലെ HM-നെയും അതുപോലെ തന്നെ ആശ എന്ന് പറയുന്ന ടീച്ചറെയും മാറ്റി നിർത്തി. സസ്പെൻഡ് ഉണ്ട്. അതെ, 10 ദിവസത്തേക്ക് സസ്പെൻഡ്. അതെ, സർക്കാർ അതാണ് പറയുന്നത്. സർക്കാർ വകുപ്പ് അതല്ല ഒരു മിനിറ്റ് മാധ്യമത്തിന് മുന്നിൽ ഒന്നും മറ്റൊന്നും പറയണ്ട. മാനേജ്മെന്റ് അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് അവസാനം എഴുതിയത് വായിച്ചിട്ടാ മുഴുവൻ അതന്നെ പറഞ്ഞത്. സർക്കാർ വകുപ്പ് തല നിർദ്ദേശങ്ങളും വിധേയമായി സർക്കാർ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സർക്കാർ വകുപ്പ് തല നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ്. സസ്പെൻഡ് ചെയ്യുന്നത് മാത്രം ദിവസം ഇപ്പോൾ ഇല്ല. സർക്കാർ അന്വേഷണത്തിന് ശേഷം അല്ല ചെയ്യാം. അല്ല നമ്മളെ മാനേജ്മെന്റ് പ്രതിയുടെ പ്രതികരണമാണ്. സസ്പെൻഷനാണോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഉള്ളൊരു തർക്കം നടക്കുകയാണ്. സ്വകാര്യ സ്കൂളാണ്, അപ്പോൾ സ്വാഭാവികമായും സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും വിഷയത്തിൽ ഗൗരവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ കൂടി ഇനി പ്രഖ്യാപിക്കപ്പെടും. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഹൈസ്കൂളിൻ്റെ ചുമതലയുള്ള പ്രധാന അധ്യാപികയെയും ക്ലാസ് ടീച്ചറെയും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നതാണ് അവിടെ നിന്ന് വരുന്ന പ്രതികരണം.